നൂഡിൽസ് നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ട ഒരു ഐറ്റമാണല്ലേ. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റത്തിൽ പെട്ടതാണ് നൂഡിൽസ്. അപ്പോൾ ഒരു സ്വിഷ്വാൻ നൂഡിൽസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയല്ലോ. അതും ഹക്ക നൂഡിൽസ് ഒന്നുമില്ല, നമ്മുടെ സാധാരണ നൂഡിൽസ് കൊണ്ട് എങ്ങനെയാണ് ഒരു അടിപൊളി നൂഡിൽസ് ഹോട്ടലിലെ പോലെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം ഞാനിവിടെ മാഗിയുടെ നൂഡിൽസിൻ്റെ പാക്കറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു വലിയ പാത്രത്തിൽ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കാൻ വയ്ക്കുക. വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേ ഈ നൂഡിൽസ് അതുപോലെ ഇടുക കേട്ടോ, പൊട്ടിച്ചിട്ടൊന്നും ഇടരുത്. ജസ്റ്റ് അതിലൊന്ന് ഡിപ്പ് ചെയ്യുക. അതിൻ്റെ മസാലാസ് ഒന്നും ഉപയോഗിക്കേണ്ട. അതുകൊണ്ട് തന്നെ ഏത് നൂഡിൽസ് ആയാലും കുഴപ്പമില്ല. ഏത് നൂഡിൽസ് മീൻസ് കറി നൂഡിൽസോ വെജിറ്റബിൾ നൂഡിൽസോ ഏതായാലും പ്രോബ്ലം ഇല്ല. നമ്മൾ ആ മസാല ഉപയോഗിക്കുന്നില്ല, ആ നൂഡിൽസ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതത് കണ്ടോ, ഇതുപോലെ ആയും ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ വേറിട്ട് വരും. 2 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി, ഒരുപാട് തിളച്ച് കുഴയരുത് കണ്ടോ. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അത് അധികം ആയിട്ടില്ല. ഒന്ന് വെന്ത് കഴിഞ്ഞ് അതിനെ എടുക്കാം. കണ്ടോ, ഇതിങ്ങനെ ലെയറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓവർ കുക്കാവാതിരിക്കാനും ഇത് വിട്ട് നിൽക്കാനുമാണ് ഇങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിനെ നമുക്കതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഈ സ്ട്രെയിൻ ചെയ്ത് എടുത്തതിനെയും നമ്മൾക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിൻ്റെ മേലെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇനി നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് ഇതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടാകുമ്പോൾ നമുക്കൊരു 1.5 ടീസ്പൂണോളം ചതച്ച വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചതച്ച വെളുത്തുള്ളി ഇട്ടാൽ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്കതിലേക്ക് ഒരു ഒനിയൻ സ്ലൈസ് ചെയ്തത് കേട്ടോ, ഒരുപാട് തിന്നായിട്ട് സ്ലൈസ് ചെയ്തില്ല, നീളത്തിലരിഞ്ഞത് കുറച്ചൊന്ന് കടിക്കുന്ന രീതിയിൽ ഒരു പച്ചമുളകും കൂടി കീറിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിനെ 1-2 മിനിറ്റ് സോട്ട് ചെയ്യാം. ഇത് ഒരുപാട് ഗോൾഡൻ ഒന്നും ആവണ്ട, ചെറിയതായിട്ട് കടിക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് വേണ്ടത്. ഇനി അതിലേക്ക് കുറച്ച് അസോർട്ടഡ് കളേഴ്സ് ആയിട്ടുള്ള ക്യാപ്സിക്കംസ് ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ വേറെ വെജിറ്റബിൾ ആഡ് ചെയ്യുന്നില്ല. വേണമെന്നുള്ളവർക്ക് ഇതിൽ ക്യാരറ്റോ ബീൻസോ നീളത്തിലരിഞ്ഞ് ഒന്ന് ബോയിൽ ചെയ്തതും മിക്സ് ചെയ്യാം. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട്, നൂഡിൽസിൽ ഉപ്പ് വളരെ കമ്മിയാണ് കേട്ടോ. നമ്മൾ മസാല ഇട്ടൊന്നും വേവിക്കാത്തതുകൊണ്ടും വറ്റിക്കാത്തതുകൊണ്ടും ഇതിനെ ഇനിയും ഒരു 2 മിനിറ്റോളം ഞാനത് സോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾക്കായിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം സോയാ സോസും, കുറച്ച് പുളി കൂടുതൽ വേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം. ഇത് എനിക്ക് 3 ടേബിൾ സ്പൂൺ മതി. ഒരു 1.5 ടീസ്പൂണോളം ചില്ലി പേസ്റ്റുമാണ് ഇട്ട് കൊടുക്കുന്നത്. ചില്ലി പേസ്റ്റിന് വരെ നിങ്ങൾക്ക് സെഷ്വാൻ സോസ് ഉണ്ടെങ്കിൽ അതിടാം. ഞാൻ ചില്ലി പേസ്റ്റിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇതാ നമ്മുടെ അതെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചില്ലി പേസ്റ്റ് കുറച്ചും കൂടി ഇടാം. ഇപ്പം ഇതാ നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒലർന്ന് കിടക്കുന്ന നൂഡിൽസാണ്. അതിൻ്റെ വേവ് കൂടാതെ മാത്രം നിങ്ങൾ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു 2 മിനിറ്റ് വേവിച്ചാൽ തന്നെ അത് പെർഫെക്റ്റ് ആയിരിക്കും. ഇനി ഇത് മിക്സ് ചെയ്യാൻ ഇങ്ങനെ തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ല കേട്ടോ. ഇങ്ങനെ ഒരു കൊടിലോ എന്തെങ്കിലും പിടിച്ച് മിക്സ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ഇതിനെ നമുക്ക് ഇതിലേക്ക് മസാലയൊക്കെ ഇങ്ങനെയാണ് നമ്മൾ പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. 2 ചട്ടുകത്തിനെ പിടിച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ ഇത് ഉടഞ്ഞു പോവാതെ ഹോട്ടലിലെ മാതിരി നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി കുറച്ച് നമ്മുടെ സ്പ്രിംഗ് ഓനിയനും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നൂഡിൽസ് റെഡി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ചൂടാന്നങ്ങോട്ട് കൊടുക്കുക. സെർവ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് പോരാ എന്നുണ്ടെങ്കിൽ ഉപ്പിട്ടുള്ളൂ. നമ്മുടെ സോയാ സോസിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ശ്രദ്ധിച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പം നമ്മുടെ അടിപൊളി സ്വിഷ്വാൻ നൂഡിൽസ് റെഡി. ഹോട്ടൽ സ്റ്റൈൽ സൂപ്പർ സ്വിഷ്വാൻ നൂഡിൽസ്. ഇനി ഇത് വാങ്ങിക്കാനായിട്ട് ഹോട്ടലിലേക്ക് ഓടണ്ട കേട്ടോ. മാഗിയുടെ നൂഡിൽസ് വാങ്ങിയാൽ സൂപ്പറായിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാം. ഹക്ക നൂഡിൽസിൻ്റെ ഒരു ആവശ്യവുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോവും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.